മുത്തപ്പൻ അജ്ഞാതവാസം തുടങ്ങി ഏറെ നാളായിട്ടും കണ്ടതില്ല. അവതാരോദ്ദേശ്യം പൂർത്തിയായി. തിരുവപ്പൻ തൻ്റെ തിരോധാന സമയം നിശ്ചയിച്ചും കൊണ്ടുറപ്പിലാക്കി. ചെറിയ മുത്തപ്പനെ ചിന്തിച്ച നേരത്ത് ചെറിയ മുത്തപ്പൻ മുന്നിലെത്തി. ഇനി നമുക്കു പിരിഞ്ഞുകൂടെ എന്ന് തിരുവപ്പൻ ചോദിച്ച നേരം ചെറിയ മുത്തപ്പൻ മറുപടിയേകി. അവിടുത്തെ തിരുമുമ്പിൽ വെച്ചു തന്നെ ജീവൻ വെടിയുവാനാഗ്രഹിപ്പൂ. തിരുവപ്പനും അതു സമ്മതിച്ചു. ചെറിയ മുത്തപ്പൻ ആനന്ദത്തോടെ ധ്യാന നിമഗ്നനായി നിന്ന നേരം ഉടലോടെ സ്വർഗലോകം പൂക്കി. മുത്തപ്പൻ്റെ കൈലാസയാത്ര. അവതാരോദ്ദേശ്യം പൂർത്തിയാക്കി. ഭാവി കാലത്തു ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ താപസന്മാരുമായി ചർച്ച ചെയ്തു. ഭക്തനാം ചന്ദൻ്റെ ആരാധന സ്ഥലത്തു തന്നെ അന്തർധാനം ചെയ്യാൻ ചിന്തിച്ചു ദേവൻ. മേഘാവൃതമായിരുണ്ടു ആകാശം, മിന്നൽ പിണറുകൾ ദൃശ്യമായി. പേമാരി പെയ്തു ദിവസങ്ങളോളം നാട് ജലാശയമായി മാറി. പട്ടിണിയാലും രോഗങ്ങളാലും ജനങ്ങൾക്കേറെ കഷ്ടമായി. ഇതിനു പരിഹാരമായിട്ടവർ മുത്തപ്പൻ പാട്ടു നടത്തി. കുറേയധികം പേർ മരിച്ചു വീണു. ബാക്കിയുള്ളോർ പാട്ടു തുടർന്നു. നേരം ബ്രഹ്മമുഹൂർത്തമായി. കിഴക്കുമല മുകളിൽ നിന്നും ചിലങ്കതന്നാദം കേട്ടു അവർ. സിദ്ധയോഗീശ്വരാവേഷധാരിയായി മുത്തപ്പൻ അവിടെ വന്നു ചേർന്നു. ചന്ദൻ വിളിച്ചു കരഞ്ഞു മുത്തപ്പ മുത്തപ്പ എന്ന്. മറ്റുള്ളവരുമതേറ്റുപാടി. പൈതങ്ങളെ എന്നു വിളിച്ച നേരം അബോധാവസ്ഥയിലായവരെല്ലാം ബോധം തെളിഞ്ഞെഴുന്നേറ്റിരുന്നു. മുത്തപ്പൻ തൻ്റെ കമണ്ഡലുവിൽ നിന്ന് തീർത്ഥമെടുത്തു തളിച്ച നേരം മരിച്ചു കിടന്നവരും ഉണർന്നു. പാട്ടും ബഹളവും നിന്നു. പിന്നെ കൂട്ടക്കരച്ചിൽ തുടങ്ങി. ഭക്തർ കൂട്ടക്കരച്ചിൽ തുടങ്ങി. മുത്തപ്പൻ പൊട്ടിച്ചിരിച്ചു. ഇനി എന്തു വേണമെൻ ചന്ത എന്നു മുത്തപ്പൻ ചോദിച്ച നേരം അങ്ങിവിടെ സ്ഥിരമായി വാണിടണം. ഈ നാടിനെയും കാടിനെയും രക്ഷിക്കണം. അതിനൊരു വഴിയുണ്ടാക്കാമെന്നോതി ഗുഹാമുഖത്തിന് മുമ്പിൽ വെച്ച് ഒരമ്പെയ്തു മുത്തപ്പൻ മുകളിലേക്ക്. കറുത്തിരുണ്ടോരാകാശത്തിൻ കറുപ്പു നിറം പെട്ടെന്നു തന്നെ മാറി. വെള്ളിമേഘങ്ങളാൽ മിന്നിത്തിളങ്ങി. മഴയുടെ ശല്യമൊഴിഞ്ഞു. സൂര്യപ്രകാശവും വന്നു. പ്രകൃതി തൻ വികൃത മുഖവും മാറി സുന്ദരിയായി ശോഭിച്ചു. എന്നും ഞാനിവിടെയുണ്ടാവും. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും. ഞാനിന്നയച്ചോരമ്പ് 3 ലോകങ്ങൾ ചുറ്റി വന്നിടും. അതു വീഴുന്നിടത്തന്നെ ദർശിച്ചിടാം. ഇത്രയും പറഞ്ഞ് മുത്തപ്പനവിടെ മൺതറയിൽ കയറിയിരുന്നു. മുമ്പു കാണാത്തൊരു ഭാവമാറ്റം വന്നു. ആ ദിവ്യദേഹം പ്രകാശമയമായി. ആ പ്രകാശത്തിൽ കണ്ണടച്ചു ഭക്തർ. കണ്ണു തുറന്നപ്പോൾ കണ്ടു
ആ പ്രകാശം മുകളിലേക്കുയർന്നു പോയി. അങ്ങ് ദൂരെ മലമുകളിൽ നിന്ന് താപസന്മാരതു നോക്കി നിന്നു. ആശ്വസിപ്പിക്കുവാനെത്തിയവർ എന്തിനി ചെയ്യണമെന്നറിയാതെ ആ താപസന്മാർ തപസിരുന്നു. പണ്ടു പുരളിമല നൃത്തത്തിൽ പൊങ്ങി വന്നോരു ചിഹ്നങ്ങളെല്ലാം ഒന്നൊന്നായി പ്രകാശിച്ചു വന്നു. ക്രമപ്രകാരം അവ ചേർന്നു കണ്ടപ്പോൾ മഹത്തായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വരൂപദർശനമായി പ്രശോഭിച്ചു. തിരുവപ്പൻ്റെയും ചെറിയ മുത്തപ്പൻ്റെയും ഇന്നു കാണും രൂപം ക്രമപ്പെടുത്തി. ഈ രൂപം ധ്യാനിച്ചാൽ മറഞ്ഞു നിന്ന തത്വബോധം ഉള്ളിൽ പ്രകാശിച്ചിടും. മനുഷ്യ മനസ്സിൽ പ്രകാശിച്ചിടും. മനുഷ്യ മനസ്സിൽ പ്രകാശിച്ചിടും.